ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ സ്കൂൾ യൂണിഫോമത്തിലൊരു ഇൻട്രോ ഇല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നത്. ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ ഓഫ് മൈ സ്കൂൾ. ദ ലാസ്റ്റ് ടൈം ഐ എം വെയറിങ് ദിസ് യൂണിഫോം. എന്താ പറയണ്ടതെന്ന് അറിയില്ല. ദിസ് ഡേ ഈസ് ഗോണ ബി സോ സ്പെഷ്യൽ ടു മീ. കൂട്ട് തേടി എങ്ങോ പോയി നീ എന്റെ അങ്ങനെ ഇന്നെൻ്റെ 12th ലാസ്റ്റ് എക്സാമാണ്. ബൈ ടുഡേ എൻ്റെ ഈ ഒരു സ്കൂൾ ജേർണി കഴിയുന്നതാണ്. അതിനു ഞാനങ്ങനെ സ്കൂൾ ജേർണിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല. ഐ ഹവ് ഓൺലി ഷെയർഡ് സം ഓഫ് മൈ സ്കൂൾ കലോത്സവ മെമ്മറീസ്. അത്രയ്ക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ നിങ്ങളോട്. പക്ഷെ എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഇന്നെനിക്ക് ഈ പറഞ്ഞ പോലെ എക്സാമാണ്, എൻ്റെ ലാസ്റ്റ് എക്സാം വേണ്ടത്. ഞാൻ കൂടുതൽ ലാഗാക്കുന്നില്ല, കാരണം ലാഗാക്കി എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല, അവസാനം ലേറ്റ് ആവുന്നുണ്ട്. സോ നമുക്ക് സീ യു ആഫ്റ്റർ എക്സാം. ഓക്കെ, ബൈ. പണ്ട് അങ്ങനെയാണ് ഗൈസ്. അപ്പൊ നമ്മളെ ഇത്ര 2 വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ പരീക്ഷയും ഇന്ന് പരീക്ഷ വെച്ച് ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഗൈസ് നമ്മളിന്ന് കാണൂല, ഈ സ്കൂളിൽ തന്നെ ഇരിക്കാൻ പോകുവാണോ പൂജ? പിരിയുകയാണ്. അതെ, പിരിയുകയാണ്. രാവിലെ എടുത്തു തുടങ്ങി. ഗൗരി നന്ദന കുറച്ചുകൂടെ കരയൂ. എം ഡി കരയൂ. ഗൗരി 2 സ്റ്റെപ്പ് കരച്ചില്ലേ? കരയുന്നു ഗൗരി. വിഷമുണ്ടോ? ഞാൻ പോണേനാണോ വിഷമിക്കണേ? ഉയരും മഞ്ഞലയിൽ മറയും ഇന്നലകൾ ഒരു പൂക്കാലം പൊഴിയുമേ ഇലകൾ. ഞാൻ വീട്ടിൽ വരെ, നീ പേടിക്കണ. വീടിന് തൊട്ടടുത്ത് ഞാൻ ശല്യപ്പെടുത്താൻ വന്നു. വീടിന് തൊട്ടടുത്ത് അവരൊന്നും വേണ്ട, എന്നെ മതി. ഗൗരിക്ക് കിട്ടിയ ഏറ്റവും വലിയ ട്രോള്. ഹായ് പിങ്കി മിസ്. പിങ്കി മിസ് ഹെൽമെറ്റ് കൂര് മിസ്. ആ സുന്ദരമായ മുഖം ഒന്ന് കാണട്ടെ. ബൈ മിസ്. മിസ് എന്നോട് പറഞ്ഞ് ദേവന്താ പോയില്ലേ. ബൈ ബൈ.
അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ എത്തി കേട്ടോ. സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. ടു ബി ഓണസ്റ്റ് എനിക്ക് എന്തോ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ആ ഒരു സ്കൂളിലെ ഹാങ് ഓവറിന് ഇതുവരെ തിരിച്ചു വന്നില്ല. ഐ മീൻ സ്കൂള് കഴിഞ്ഞു, നാളെയൊന്നും സ്കൂളില്ല എന്നല്ല, ഇപ്പം നമ്മൾ ലീവൊക്കെ എടുക്കും, ഓക്കെ ഹോളിഡേയ്സൊക്കെ ഉണ്ട്. പക്ഷെ സാധാരണയാകുമ്പം ഓക്കെ വെക്കേഷനാണ്, ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ പിന്നെ സ്കൂളിൽ ചെല്ലണം എന്നൊരിതുണ്ടല്ലോ, പ്രാവശ്യം അതില്ല. പിന്നെ സ്കൂളിൽ വെച്ച് ഒരുപാട് പേര് കരഞ്ഞു. എനിക്കും സത്യം പറയല്ലോ നല്ല വിഷമം വന്നു, കരയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ കുറേ പേര് എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ എന്തോ കരയാൻ എനിക്കങ്ങനെ കരച്ചിൽ വരത്തില്ല. എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ പ്രൈവറ്റായിട്ടാണ് കുറച്ച് പേരൊക്കെ ഉള്ളൂ. ക്ലോസ് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഞാൻ മേ ബി കരഞ്ഞേന്, പക്ഷെ കരഞ്ഞില്ല. പക്ഷെ വീട്ടിൽ വന്നിട്ട് നല്ല വിഷമിച്ചു. ആൻഡ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. വേറൊന്നും അല്ല, എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർമലിൽ, ഐ മീൻ ഞാൻ ആദ്യമേ കാർമലിലാണോ പഠിച്ചു തുടങ്ങിയത്, കാർമൽ എങ്ങനെയാ, കാർമലിൽ എക്സ്പീരിയൻസ് എങ്ങനെയാ, അങ്ങനെയൊക്കെ. ഇനി വരാൻ പോകുന്ന ജൂനിയേഴ്സിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പഠിച്ചത് ഹോൾ ഏഞ്ചൽസിലാണ്. ഹോൾ ഏഞ്ചൽസ് ISC സ്കൂൾ നന്തൻകോടാണ്, ട്രിവാൻഡ്രം തന്നെയാണ്. അവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 3rd വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ കാർമലിലോട്ട് പോന്നു. കാർമലിലോട്ട് മാറാൻ മെയിൻ കാര്യം ഡാൻസ് കലോത്സവം തന്നെയാണ്. കാരണം അത് ഈ പറഞ്ഞ പോലെ ഹോൾ ഏഞ്ചൽസ് നല്ലൊരു സ്കൂളാണ് കേട്ടോ. പക്ഷേ ഡാൻസിനല്ല, ഡാൻസ് അങ്ങനെ ഫോക്കസ് ചെയ്ത് അങ്ങനെയല്ല. അവിടെ വേറൊരു വൈബാണ്, ഇവിടെ വേറൊരു വൈബാണ്. അപ്പോൾ എനിക്ക് ഇതിനൊക്കെ ഒരു മെയിനായിട്ട് ഞാൻ ഞാനല്ല അമ്മ ചൂസ് ചെയ്തത്. പക്ഷെ അതൊന്നും ആ ഡിസിഷനൊന്നും തെറ്റിയില്ല. പിന്നെ സ്കൂൾ മാറേണ്ടിയൊന്നും വന്നില്ല, നല്ലതായിരുന്നു. കലോത്സവത്തിനെ പറ്റി പറയണ്ടെന്ന് ഞാൻ എത്ര വിചാരിച്ചാലും കാർമൽ എന്ന് പറയുമ്പോൾ ഞാൻ കറങ്ങി തിരിഞ്ഞ് കലോത്സവത്തിൽ തന്നെ വരും. കാരണം ടു ബി ഓണസ്റ്റ് കാർമൽ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കലോത്സവമാണ് ഓർമ്മ വരുന്നത്. കാർമലിലെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കലോത്സവത്തിനൊക്കെ ഉറപ്പായിട്ടും ഐ മീൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇറങ്ങണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് മനസ്സിൽ ഉണ്ടായിട്ട് വരുന്ന ആളാണെങ്കിൽ കാർമൽ ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. ആൻഡ് ഐ മീൻ അക്കാഡമിക്സിലും അങ്ങനെയാണ് കേട്ടോ. ഞാൻ പിന്നെ കലോത്സവം കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. അക്കാഡമിക്സ് ആയാലും നന്നായിട്ട് പഠിപ്പിക്കും, സീരിയസ്ലി നന്നായിട്ട് പഠിപ്പിക്കും. ആൻഡ് ഐ മീൻ പിടിച്ചു കെട്ടി പഠിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം, ഡൗട്ട് ചോദിക്കാം. നമുക്കിപ്പോൾ കലോത്സവത്തിന് തന്നെ കഴിയുമ്പം കലോത്സവം ആൾക്കാർക്ക് വേണ്ടി മാത്രം എക്സ്ട്രാ ക്ലാസ് എടുത്തു തരും, കലോത്സവം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. സോ കാർമൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്കൂൾ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മേ ബി ചിലവർക്ക് ഈ പെട്ടെന്ന് സ്കൂൾ മാറിയിട്ട് വരുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ സ്റ്റിൽ നല്ല ഫ്രണ്ട്സും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാർമലിലെ ജോൺ ഭയങ്കര നൈസായിരിക്കും. പിന്നെ എന്താ പറയാനുള്ളത്, കാർമലിനെ പറ്റി എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ആൻഡ് അപ്പം അങ്ങനെ എൻ്റെ 12th ഇത് കഴിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് കണ്ണടച്ച് തുറന്നപ്പോഴായിരുന്നു 12th കഴിഞ്ഞത്. 12th ഐ മീൻ 11th 12th. എനിക്ക് 11th സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഇയർ ആയിരുന്നു. 12th അല്ല എന്നല്ല, 12th ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ 11th എന്താ സംതിങ് രണ്ടിലുണ്ട്. 2 ഇയറും ഒന്ന് ഓർമ്മിക്കാനൊക്കെ ഭയങ്കര നല്ല ഒരു മൊമെൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മൈ ഫ്രണ്ട്സ് അവരാണ് ഐ മീൻ ഞാൻ 3rd തൊട്ട് പഠിക്കുന്ന ഫ്രണ്ട്സ് അല്ല എനിക്കിപ്പോൾ ഉള്ളത്. ഒബ്വിയസ്ലി 10th സ്കൂൾ മാറിപ്പോവും. 10th വന്ന ഫ്രണ്ട്സ് ഉണ്ട്, ആർച്ച ഒക്കെ. ഞാൻ 3rd തൊട്ട് എനിക്കിപ്പം ഉള്ള ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പവിത്രയാണ്. ഞാൻ 3rd തൊട്ട് ആ സ്കൂളിൽ കാണുന്ന ഒരു ഫ്രണ്ട് പവിത്രയാണ്. 11th 12th ആലിയ, പൂജ, ദർശന, ഗോപിക അവരൊക്കെ വന്നു അങ്ങനെ. സോ ഈ ഒരു 2 years സത്യം പറഞ്ഞ ആലിയ, പൂജയാണ് എനിക്ക് എൻ്റെ ഒരു 2 years കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കി തന്നത്. നമ്മൾ സത്യം പറഞ്ഞ കലോത്സവം ടൈമൊക്കെ നമ്മൾ കാണത്തില്ല അങ്ങോട്ട്. എനിക്ക് ക്ലാസ്സിലെ പോലും ഒരു കുട്ടികളെ അറിഞ്ഞൂടാ, ആ അവസ്ഥയാണ്. ഞാൻ പിന്നെ ഇന്ന് പോലും ഞാൻ ഒരു കുട്ടിയെടുത്ത് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് പോലും, ഇന്ന് എക്സാം ടൈമിന് അങ്ങനെ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ റെമഡിയൽ ക്ലാസ്, കലോത്സവം ക്ലാസ് ആ ടൈമിലൊക്കെയാണ്
നമ്മളൊരു ബോണ്ടാവുന്നത്. സോ അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അയ്യോ അതെനിക്കിനി ഇല്ല. ഇനി ക്ലാസ്സിൽ സംസാരിക്കുന്നത്, എന്തോ പറയണ്ടേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മേ ബി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇങ്ങനെ ഒത്തിരി മെമ്മറീസ് ആവുകയാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ഇറ്റ്സ് ജസ്റ്റ് എ ചാപ്റ്റർ ഓഫ് അവർ ലൈഫ്. ആൻഡ് ഒരു പുതിയ അഡ്വഞ്ചറാണ് ശരിക്കും തുടങ്ങാൻ പോകുന്നത് തന്നെ. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. അത്രയൊക്കെ ഉള്ളൂ. ഐ വിൽ ഡെഫിനറ്റ്ലി മിസ് മൈ ഫ്രണ്ട്സ്, സ്കൂൾ, സം ഓഫ് മൈ ടീച്ചേഴ്സ്, കലോത്സവം, ഒരുപാട് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് മെമ്മറീസ്. അങ്ങനെ എൻ്റെ സ്കൂൾ ജീവിതവും കഴിഞ്ഞു. ബൈ ദ വേ ഇന്നത്തെ എക്സാം ഇങ്ങനെ പാടായിരുന്നു കേട്ടോ. അക്കൗണ്ടൻസി ആയിരുന്നു. നിലവിൽ ഭയങ്കര എനിക്ക് പേഴ്സണലി പാടായിരുന്നു. പക്ഷേ ഭയങ്കര ഡെസ്പായിരുന്നെങ്കിലും അത് കഴിഞ്ഞ് ഈ പോകുന്നതിൻ്റെ സ്കൂള് തീരെയാണ് എന്നൊക്കെ ഓർത്തിട്ട് എല്ലാം പിന്നെ ആസ് യു ഓൾ നോ ഇനി അങ്ങോട്ട് വെക്കേഷനാണ്. അപ്പം എനിക്ക് നിങ്ങളെ സജസ്റ്റ് ചെയ്യണ വീഡിയോസ് അല്ലെങ്കിൽ എന്താണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ എപ്പോഴും വീഡിയോ ഇടാത്തെന്ന് വെച്ചാൽ കണ്ടന്റ് ഇല്ലാതെ ചുമ്മാ കിടന്ന് വീഡിയോ ഇട്ടാൽ ഉറപ്പായിട്ടും ബോറടിക്കും. എനിക്കായാലും ഞാൻ കാണത്തില്ല. സോ നിങ്ങൾ കണ്ടന്റോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ ഇടുന്നതല്ലേ ബെറ്റർ. നിങ്ങൾ തന്നെ പറയും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും Q&A ഓർ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മേ ബി എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓറൽസ് കമ്മ്യൂണിറ്റി ടാബിൽ കമൻറ്റ് ചെയ്താലും മതി, ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും എൻ്റെ ലൈഫിലെ ബിഗ് ഡിസിഷൻസ്, എൻ്റെ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ആൻഡ് ഒരുപാട് പേര് ചോദിച്ചു ഇനി എന്താ അടുത്ത പ്ലാൻ, എന്താ അടുത്ത് എവിടെയാ, എന്താണ് അടുത്ത കോഴ്സ് എന്താ. ഞാൻ എല്ലാം അറിയിക്കാം. ഞാൻ ഒരു തീരുമാനത്തിലാവട്ടെ. ഓക്കെ, ഞാൻ എന്താണ് എടുക്കാൻ പോകുന്നത്, എവിടെയാണ് എന്നൊക്കെ ഞാൻ എല്ലാവരും അറിയിക്കുന്നതാണ്. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇനിയൊരു പുതിയൊരു ബിഗിനിങ് ആയിരിക്കും. ആൻഡ് ഐ ഹോപ്പ് അതും നല്ലതാവട്ടെ എന്ന്. സോ ഗൈസ്, എൻ്റെ കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സിനും, ടീച്ചേഴ്സ്, സ്കൂൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ എനിക്ക് ഇങ്ങനൊരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയതിനും ഇതുവരെ എത്തിയതിനും. താങ്ക്ഫുൾ ടു ഗോഡ്, പാരൻസ്, എവരിബഡി. ആൻഡ് ഐ വിൽ മിസ് യു ഗൈസ്. കരയാനുള്ള ഒരു ഇതൊന്നുമില്ല, എക്സ്പ്രസ് ചെയ്യാൻ എങ്ങനെയൊന്നും അറിയത്തില്ല. സ്റ്റിൽ ഐ മിസ് അവർ മൊമെൻറ്റ്സ് ആൻഡ് എവറിത്തിങ്. ഓക്കെ, ബൈ. See you on my next vlog. ഇതിവിടെ തീർന്നിട്ടില്ല, വെയിറ്റ് ചെയ്യൂ.
ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനെ പുറമേ കരയിൽ ഏതാണും ഹൃദയം ഒരു നാൾ അറിയും നിന്നച്ഛൻ മകനെ നിറയും അതിലായി ഏതാണും ഹൃദയം